ഈസ് യുവർ അസൈൻമെൻറ്റ്? നിൻ്റെ നിയമനം എന്താണ്? വാക്കിംഗ് ത്രൂ ഹാർഡ് പ്ലേസസ് അല്ലെങ്കിൽ പ്രയാസസന്ധികളിൽ എങ്ങനെ മുൻപോട്ട് പോകുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. എൻ്റെ സബ് ടൈറ്റിലാണിത്. എനിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പേ ദൈവം ഒരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് ദൈവം നിയോഗിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ നിയോഗിച്ചയച്ച നമ്മൾക്ക്, നമ്മൾ എവിടെയെല്ലാം ഓടി നടന്നാലും, നമ്മുടെ മക്കളായിരിക്കാം, നമ്മളായിരിക്കാം, ആ ഒരു ജോലി ദൈവം ഏൽപ്പിച്ചത് ചെയ്യാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ദൈവം നമുക്ക് തരും. അപ്പോൾ മോശയെ പറഞ്ഞു വിട്ടത് ദൈവം തൻ്റെ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മോശ എവിടെയാണ് വളർന്നത്? ഫറവോൻ്റെ കൊട്ടാരത്തിൽ. ഫറവോൻ്റെ മകനായിട്ടല്ല ജനിച്ചത്. പക്ഷെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ ഫറവോൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ ജനതയെ രക്ഷിക്കണമെങ്കിൽ ഫറവോൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവിടുത്തെ കൾച്ചർ എന്തെന്ന് മോശ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് ഭംഗിയായിട്ട് ദൈവം അത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മോശയെ പഠിപ്പിക്കുമ്പം മോശയ്ക്ക് ഒരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ ഒരു നിയമനം, ഒരു കർത്തവ്യം കൊടുത്തിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു കോളുണ്ട്, ഒരു അസൈൻമെൻ്റ് ഉണ്ട്. എന്നെ അയച്ച ജോലി എന്ത് എന്ന് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കറിയാം, ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു ഡു. ഇപ്പം ഞാൻ തന്നെ ഐ എം എ ലോയർ, പ്രാക്ടീസ് ഇൻ ദ ഹൈക്കോർട്ട്, ഇംഗ്ലണ്ടിൽ പ്രാക്ടീസ് ചെയ്തു. പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവം പറഞ്ഞില്ല, ജീവനുള്ള വചനം പറയാൻ ഞാൻ നിന്നെ വിളിക്കുകയാണ്. ജീവനുള്ള വചനമല്ല നിയമം അല്ലെങ്കിൽ ലോകപ്രകാരമായ നിയമം. അതിൽ നിന്ന് ദൈവം അടിച്ചു മാറ്റി വെച്ച് ജീവനുള്ള വചനം പറയിപ്പിക്കുന്നുവെങ്കിൽ ദാറ്റ്സ് മൈ അസൈൻമെൻറ്റ്. അതാണ് എൻ്റെ കർത്തവ്യം, അതാണ് എൻ്റെ നിയമനം. അതിന് മുൻപുള്ളതെല്ലാം ഇതിനു വേണ്ടിയുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ തന്നെയാണ് മോശയെ ദൈവം പഠിപ്പിച്ചെടുത്തത്. അപ്പം നമ്മൾ ചിലപ്പം പ്രയാസത്തിൽ കൂടെ പോകുന്നു, യോ എൻ്റെ കൊച്ചന് എന്തൊരു കഷ്ടം. പല അമ്മമാരും എന്നെ വിളിച്ചു പറയും, എൻ്റെ ആൻറ്റി എൻ്റെ മോൻ്റെ കഷ്ടം. അപ്പോൾ ഒരമ്മ പറഞ്ഞു കൊടുക്കുന്നു, യോ മരുഭൂമി അവൻ കിടന്ന് കഷ്ടപ്പെടുക, വെയിലത്ത് അവൻ ഓടി നടക്കുക. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, കുറേ സ്ത്രീകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ആ അമ്മയുടെ ദുഃഖം നീ കണ്ടില്ലേ, അവൻ ഈ വെയിലത്ത് കിടന്നുകൊണ്ട് മരുഭൂമിയിൽ വെള്ളം ഇല്ലാത്തടത്ത് ഈ വെയിലത്ത് പോയി ജോലി ചെയ്യാൻ അവൻ യൂസ്ഡ്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ സങ്കടം കൊണ്ട് അവനൊരു ഓഫീസിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ക്രമേണ അവനൊരു ജോലി ഓഫീസിൽ തന്നെ ദൈവം വാങ്ങിച്ചു കൊടുത്തു. അത് ദൈവം ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. എന്നാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും, അതായത് ദ ടഫ് പീപ്പിൾ, ദൈവം അയച്ചു കൊടുത്ത് ചില ജോലി ചെയ്യണമെന്ന് പറഞ്ഞു വിടുന്നവർക്ക് ദ കോൾ ഈസ് ഗ്രേറ്റ്. അതായത് വിളി വലുതാണെങ്കിൽ പ്രയാസവും വലുതാണ്. ജീവിതത്തിൽ ഏതൊരു വലിയ കാര്യം നേടണമെങ്കിലും അതിൻ്റെ പുറകിൽ കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടില്ലാതെ ഒരു കാര്യം ഒരു മനുഷ്യനും നേടുന്നില്ല. നമ്മൾ വിചാരിക്കും ദൈവമക്കളുടെ മാത്രമാണ്. ദൈവമക്കളുടെ മാത്രമല്ല, ബാക്കി ബിസിനസ് ചെയ്യുന്നവരോട് അറിയാം, അവരൊന്നും ഉറങ്ങുന്നില്ല, അവർക്ക് ഉറക്കമില്ല. നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്നവരെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അവർ ചിലപ്പോൾ 23 മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്നവരായിരിക്കും ചിലർ. കാരണം ദേ കനോട്ട് സ്ലീപ്പ്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കാവുന്നവരെ ആ പദവിയിലോട്ട് കയറത്തുള്ളൂ. സ്വഭാവത്തെക്കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുക, അപ്പോൾ ചിലരുടെ കപ്പാസിറ്റിയാണ്. പക്ഷെ നമ്മൾ ദൈവീക മക്കളാകുന്ന നമ്മളെ ദൈവം ട്രെയിൻ ചെയ്തിട്ട് ദൈവം നിയോഗിച്ച ജോലിക്ക് വേണ്ടി ആക്കി വെക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ പ്രയാസം കണ്ടിട്ട് പുറകോട്ട് നമ്മൾ പോകരുത്. ജലം നമ്മുടെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള വ്യക്തിയെന്ന് കണ്ടിട്ട് ദൈവം നിയോഗിച്ചയച്ച വ്യക്തിയാണ്. There is stronger personality in these people. അതായത് അവർക്കൊരു വേറൊരു വ്യക്തിത്വമാണ്. അവർ ഏറ്റവും എക്സൽ ചെയ്യുന്നത് പ്രയാസത്തിൻ്റെ സമയത്ത് തന്നെ ഇരിക്കുമ്പോഴാണ്, ആരും ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ മോശ എല്ലാവരുടെയും കൂടെ അല്ലേ നടക്കുന്നത്. മോശ എല്ലാവരുടെയും കൂടെ നടക്കുന്നെങ്കിലും ഇവിടെ മോശ ഈസ് എലോൺ. കാരണം ഈ ഈസ് എൻ അസൈൻമെൻറ്റ്. ഈ വ്യക്തികളോട് ആരോടെങ്കിലും ഈ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂടാൻ ഒക്കത്തില്ല. സോ ദി ഓൺലി ആൻസർ ഈസ് he goes back to the tent. എവിടെ? ദൈവം വരുന്നിടത്ത്. that should be the power of us. എവിടെ നോക്കാൻ പോകണ്ട. go back to your prayer room. പ്രാർത്ഥിക്കുന്ന മുറിയിലേക്ക്. ഈ പ്രെയർ റൂം എന്ന് പറയുമ്പോൾ ചിലർ വീടുകളിൽ പ്രെയർ റൂം വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് അന്തരാത്മാവിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, our heart. ഇതിനകത്ത് ദൈവമുണ്ട്. ആ ദൈവത്തോട് നമ്മൾ അല്പനേരം ഒന്ന് ചോദിക്കുകയാണ്, ഈ ഒരു പ്രയാസത്തിൽ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകണം. അത്രയും മതി ചോദ്യം. ഹി ഹിയേഴ്സ് യു. ഹൃദയം ഇടിപ്പറിയുന്നൊരു ദൈവം.
റോമർക്ക് എഴുതിയതിനകത്ത് 8-ാം അധ്യായത്തിലൊക്കെ 26-ലൊക്കെ പറയുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാത്തപ്പോൾ നിന്റെ നെടുവീർപ്പ് പോലും കേൾക്കുന്ന ഒരു ദൈവം. അത് പ്രാർത്ഥനയായിട്ട് ചെല്ലുന്ന അത്ര, അതായത് അതെങ്ങനെയാണ് ഉപമിക്കുന്നത്? അതായത് അമ്മമാർക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുന്നിരിക്കട്ടെ, ഒരു സ്ത്രീക്ക്, അത് ഇടതും വലതും ആ കുഞ്ഞ് പോകുന്നതും വരുന്ന അമ്മയ്ക്ക് അന്നേരം അറിയാം. രാത്രിയിൽ ഒന്ന് ഉറങ്ങിയേച്ചതൊന്ന് നെടുവീർപ്പിട്ടാൽ അമ്മ ഉണർന്നിരിക്കും. ആദ്യകാലങ്ങൾ ഒന്നാമത്തെ ചൈൽഡിനാണ് ഇതൊക്കെ. ബിക്കോസ് ദേ ആർ സോ മച്ച് ട്യൂൺഡ് ഇൻ ടു ദ സേഫ്റ്റി ഓഫ് ദ ചൈൽഡ്. ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അത്ര ശ്രദ്ധയോടുകൂടിയാണ് അമ്മ ഇരിക്കുന്നത്. ഒരമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് യേശു പറയുന്നെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസ സമയത്ത് നമ്മളൊന്ന് നെടുവീർപ്പിട്ടാൽ അവൻ അറിയുന്നില്ലേ? അറിയുന്നുണ്ട്. പ്രോബ്ലം ഈസ്, അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ദാറ്റ്സ് ദി ഓൺലി ഇഷ്യൂ. ചില നല്ല സാമർഥ്യമുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പ്രശ്നം വരുമ്പോൾ അവരൊന്നും കേൾക്കത്തില്ല. പക്ഷേ അവരുടെ ഭവനങ്ങളിൽ, വലിയ കുടുംബങ്ങളിലൊക്കെ പെട്ട് അവർ ആ ഭവനത്തിൽ കഴിവുള്ള ആരാന്നറിയും. അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഈ വിഷയം ചെന്ന് പറയും. അങ്ങനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽ അവർ വരുമ്പോൾ അറിയാം അവരെന്തോ ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് വരുന്നത്. അവർ വന്ന് നമ്മുടെ അടുക്ക പറഞ്ഞേച്ചു പോകും. അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അത് ഏറ്റെടുത്തിട്ട് പലരോട് പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കും. കാരണം അവർക്കറിയാം അവിടെ വന്നാൽ അതിന് പ്രശ്നം വരും. അതുപോലെ നമ്മൾ അറിയണം, ദൈവസന്നിധിയിലേക്ക് ഞാൻ സാഷ്ടാംഗം വണങ്ങാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നം അവനിതാ പരിഹരിച്ചു തന്നിരിക്കുന്നു. ആരെയാണ് ഞാൻ കാണാൻ പോയിരിക്കുന്നത്? ഈ ദൈവം പരിശുദ്ധാത്മാവിൽ ഇറങ്ങി വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഈ വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. യഹോവ മോശയോട്, നീ എന്തിനാ എനിക്കറിയേണ്ട ആവശ്യമില്ലെന്ന്, നിൻ്റെ വടിയെടുത്ത് നീയും സഹോദരനെ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോടെ കൽപ്പിക്ക. ഞാൻ വായിക്കുന്നത് സംഖ്യാപുസ്തകം 20-7 വാക്യം. അപ്പോൾ ഇവിടെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. എന്തെടുക്കണം? വടിയെടുക്കുക, തിരിച്ച് തന്നെ സഭയെ കൂട്ടുക, വിളിച്ചു കൂട്ടുക. എന്നിട്ട് അവിടെ എങ്ങനെ മരുഭൂമിയിൽ ഒരു പാറ, നമ്മളെപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ട് അവിടെ ഒരു പാറയുണ്ടെന്ന്? അപ്പം ദൈവം നേരത്തെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നില്ലേ? അത് ഇതുവരെ നമ്മൾ മരുഭൂമിയിൽ ഒരു പാറ ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പം പെട്ടെന്ന് അവിടെ ഒരു പാറയുണ്ടെന്ന് എഴുതിയിരിക്കുന്നു. ആ പാറയുടെ അടുക്കൽ ചെല്ലുമ്പോൾ നീ അതിനോട് കൽപ്പിക്ക എന്നാണ് പറഞ്ഞു വിടുന്നത്. കൽപ്പിക്കാൻ പറഞ്ഞു. ഇതാണ് അസൈൻമെൻറ്റ്. ദർ ഇസ് എ ഗ്രേറ്റ് അസൈൻമെൻറ്റ് ഓൺ ഹിം സെയിങ് ദാറ്റ് യു ഗോ ബാക്ക് വിത്ത് ദി അതോറിറ്റി വിച്ച് ഐ ഹാവ് ഗിവൺ യു. ഞാൻ തന്ന അധികാരത്തോട് നീ ചെന്നിട്ട് ഈ ഒരിക്കലും സംസാരിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു പാറ പോലെ ഒരു സാധനം അവിടെ നിൽക്കുകയാണ്, അതിനോട് കൽപ്പിക്ക എന്ന് പറഞ്ഞു വിടുന്നു. നമ്മുടെ സ്വയബുദ്ധിക്ക് വിചാരിക്കും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷെ അവിടെ നമ്മുടെ ഈ ജഡീക ബുദ്ധിക്ക് ഇവിടെ സ്ഥാനമില്ല. എന്ത് സംഭവിക്കുന്നു? മോശയ്ക്ക് ദേഷ്യം വരികയാണ്. മോശ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്ത് മോശയും അഹറോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞ് മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനം അവരുടെ കന്നുകാലികളും വെള്ളം കുടിച്ചു. അവിടെ ചെന്നിട്ട് മോശ ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തതിന് ഒരല്പം വ്യത്യാസം വരുത്തിയിട്ട് പാറയെ അടിക്കുകയാണ് ചെയ്തത്. വെള്ളം ദൈവം കൊടുക്കുക തന്നെ ചെയ്തതല്ല. വെള്ളം അവർ കുടിച്ചു, അവരുടെ മൃഗങ്ങളും കുടിച്ചു, അവരുടെ ദാഹം മാറ്റിക്കൊടുത്തു. ഒരു അസൈൻമെൻറ്റിന് അയച്ചു വിടുകയാണ് നമ്മളെ. അതായത് ഒരു ജോലി പറഞ്ഞു വിടുക. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ദി അസൈൻമെൻറ്റ് ഇൻ ദിസ് പ്ലേസ് വാസ്, അതായത് ഈ ഒരു സമയത്തെ പ്രത്യേക നിയോഗം, ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ ഒരു നിയോഗം അവിടെയുള്ള പാറയോട് നീ ചെന്നിട്ട് കൽപ്പിക്ക. ക്ലിയറായിട്ട് ഞാൻ കേട്ടെങ്കിൽ ഞാൻ ചെന്നിട്ട് പറയും, സമൂഹത്തിനെ വിളിച്ചുകൂട്ടി ദൈവം പറഞ്ഞിരിക്കുന്നു വെള്ളം തരുമെന്ന്, ഈ പാറയോട് സംസാരിക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ്, പാറ പിളർന്ന് ഇതിനകത്തുനിന്ന് വെള്ളം പുറത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അന്നേരം വെള്ളം വന്നേനെ. ഇവിടെ അടിച്ചപ്പോഴും വെള്ളം അയച്ചു കൊടുത്തു ദൈവം. മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ പൂർണ്ണ അനുസരണം മോശയ്ക്കില്ലാതെ പോയി. അസൈൻമെൻറ്റിൽ അവസാന നിമിഷം
അതായത് ഏൽപ്പിച്ച കർത്തവ്യത്തിൽ അവസാന നിമിഷം തെറ്റിച്ചു. മോശയ്ക്ക് പറ്റിയെങ്കിൽ പിന്നെ നമുക്കും പറ്റുമല്ലോ. പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹം തരാനായിട്ട് വാതിൽ തന്ന് കൈ പിടിച്ച് നീട്ടിത്തരുമ്പോൾ അത് വാങ്ങിക്കാതിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധ വെച്ച് നമ്മൾ കേൾക്കുന്നില്ല. കർത്താവ് കൽപ്പിക്കാനാണ് പറഞ്ഞത് എങ്കിൽ നമുക്ക് തിരിച്ചു നോക്കാം. മോശ കൽപ്പിക്കാൻ പോവാണ്, പാറയുടെ മുമ്പിൽ നിന്നിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പാറയ്ക്കകത്തൊന്ന് വെള്ളം പുറപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പുറപ്പെടട്ടെ, കൽപ്പനയാണ്. എന്തൊരതിശയായിരുന്നേനല്ലേ ആ വെള്ളം വരുന്നതും. അത് മേളിൽ നിന്ന് നോക്കുന്ന ദൈവത്തിന് എന്തൊരു സന്തോഷമായിരുന്നേന്. ദൈവം പറയില്ലേ, വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, ഇല്ലേ, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും എന്ന് ദൈവം അവിടെ പറയത്തില്ലായിരുന്നു. മോശയുടെ അത് പറഞ്ഞില്ല ദൈവം. ബിക്കോസ് അസൈൻമെൻറ്റ് തെറ്റിച്ച് ലാസ്റ്റിൽ. വിശ്വാസികൾ എൻ്റെ വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവം എന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആത്മാവിലായിരിക്കും പലതും തുടങ്ങുന്നത്, അല്ലെ ഇപ്പോഴാത്മാവിലായിരിക്കും, അവസാനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ തന്നെ ആയിരിക്കണം. തന്ന അനുഗ്രഹങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ദൈവം ഇതാണ് എന്നോട് പറഞ്ഞത് എങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പറയും, എൻ്റെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും ഞാൻ പറയും, ഞാൻ അറിഞ്ഞിട്ടില്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന് പ്രസക്തിയില്ല. കാരണം ദൈവം തൻ്റെ മക്കളോട് പറഞ്ഞിട്ട്, തൻ്റെ മക്കൾ അറിയുന്നവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും വരത്തുള്ളൂ. പിന്നെ ചില ഭാരങ്ങൾ വരും, ചിലതിന് ഉത്തരം കിട്ടാതിരിക്കും. പക്ഷെ ആ ഉത്തരം കിട്ടാത്ത സമയങ്ങളിലും കർത്താവിൻ്റെ ഒരു ശാശ്വതമായ ഒരു ശബ്ദം പുറകിൽ കേൾക്കും, ഐ ആം ഇൻ ടോട്ടൽ കൺട്രോൾ. ഞാനാണ് ഈ കാര്യം നിയന്ത്രിക്കുന്നത്, ഞാനാണ് നിയന്ത്രിക്കുന്നത്. നീ ഭാരത്തിലോട്ടും സാഹചര്യത്തിലോട്ടും കണ്ണു നോക്കാതെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക. മോശയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അടുത്ത ദിവസം പറയാം. എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ദൈവം പറഞ്ഞത് കേൾക്കാഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഒരു കർത്തവ്യവുമായിട്ട് ഒരു ജോലി ചെയ്യാൻ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ട് ഞങ്ങളെയൊക്കെ നിർത്തി വച്ചിരിക്കുക ഭൂമിയിൽ. പലപ്പോഴും ഞങ്ങൾ തുടങ്ങുന്നത് നല്ല ശൂര്യത്തിലാണ്, പകുതിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിന്നിൽ നിന്ന് ഞങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ പ്രവാചകന്മാർ പോലും അവസാനം പറയും, അയ്യോ ഞാൻ തെറ്റിപ്പോയി എന്ന്. അവർ തെറ്റിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവരറിഞ്ഞില്ല, ആത്മാവിന്ന് ജഡത്തിലോട്ട് കയറിപ്പോയി. അത് വലിയ പാപമായിട്ട് തന്നെയാണ് വേദപുസ്തകം കാണുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കാതെ ഞങ്ങൾക്ക് ഈ ബലഹീനതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ സമാഗമന കൂടാരത്തിലേക്ക് കയറി വന്ന് അവിടെ ഞങ്ങൾ കമന്ന് കിടക്കുമ്പോൾ ഞങ്ങളുടെ കാര്യത്തിന് എന്താണ് അവിടുന്ന് ഉത്തരം പറയുന്നതെന്ന് ശ്രദ്ധ വെച്ച് കേൾക്കാനുള്ള ഒരു കൃപ ഇന്നിട്ട് തരണം. കേൾക്കുക തന്നെയല്ല, അത് സംഗ്രഹിച്ചിട്ടത് പ്രവർത്തിക്കാനുള്ള ആത്മാവും കൂടെ തരണം. അത് തീരുന്നിടം വരെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ബലം തരണം. ഇല്ല കർത്താവേ, സമ്മതിക്കുന്നു ഞങ്ങൾക്ക് ഈ കഴിവില്ല എന്ന്. പക്ഷെ നിന്നോട് പറയുമ്പോൾ നീ കേൾക്കുമല്ലോ. ഞങ്ങൾ വ്യക്തമായിട്ടും ചോദിക്കുകയാണ്. ഹവ്വായ്ക്ക് ഇത് തന്നെയാണ് പറ്റിയത്. ഹവ്വായോട് പറഞ്ഞു, നീ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഇഷ്ടം പോലെ കഴിച്ചു, അത് ക്രിസ്തു തന്നെ. പക്ഷെ നന്മതിന്മയുടെ ഫലം കഴിക്കരുത്. ആ ഹവ്വായുടെ അടുക്കൽ ആ പിശാച് വന്ന് ചോദിച്ചപ്പോൾ നന്മതിന്മയുടെ ഫലം തൊടുകയും ചെയ്യരുത്, കഴിക്കുകയും ചെയ്ത്. അങ്ങനെ ദൈവം പറഞ്ഞില്ലല്ലോ. കേട്ടതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. പല പ്രയാസങ്ങളും ഞങ്ങൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. എന്നാൽ ഇന്നു മുതൽ ഞങ്ങളുടെ ചെവികളെ ഒന്നും കൂടെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് അവിടുന്ന് പറയുന്നത് വ്യക്തമായിട്ട് കേട്ടിട്ട് അതുമാത്രം ചെയ്യാനുള്ള പ്രത്യേക കൃപയിട്ട് തരണം. മുൻപിൽ എന്ത് സാഹചര്യമെന്ന് നോക്കാതെ അപ്പച്ചൻ പറയുന്നതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു വൻ കൃപ ഇട്ട് തരുന്നതിന് സ്തോത്രം. അതാ നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഞങ്ങളെ മാനിക്കുന്ന ദൈവമാപ്പ. നിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വന്നല്ലോ. ഇനി അപ്പച്ചനെല്ലാം നോക്കുമല്ലോ. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലത് നിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാകട്ടെ അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.